അമ്മമ്മയുടെ നാൾഫലം പറയുന്ന അയ്യപ്പന്റെ നാൾഫലം പറയുന്ന അമ്മമ്മ അയ്യപ്പൻ ശ്രീലക്ഷ്മി അശ്വിനി ഹായ്. എന്നെ കുറെ കുറ്റം പറയുന്നുണ്ട്, അവനെ കുറെ നല്ലതും പറയുന്നുണ്ട്. ഹലോ ഗായ്സ്, പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. സംഭവം ഞാനിന്ന് കോളേജിലേക്ക് ആരെയും വിളിക്കാതെ ഇറങ്ങി നോക്കുമ്പോൾ ഇന്നാണ് ഇന്ത്യയുടെ ഫൈനൽ. അയ്യപ്പനും ശ്രീലക്ഷ്മി ഇവിടെ എന്തായാലും ഇല്ലെന്ന് എനിക്കറിയാം, പക്ഷേ അബിനും അബീസും മുരളിയേട്ടനൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. അവരാരും ഇല്ല. ഹാപ്പി വുമൻസ് ഡേ. ഞാൻ വുമൻസ് ഡേ നമുക്ക് സാധനം വാങ്ങിയിട്ടുണ്ട്. വെറുതെ ഇരിക്കട്ടെ. ഞങ്ങളിന്ന് പ്രത്യേകിച്ച് പ്ലാനിൽ കളിയാണ് മെയിനായിട്ട്. ഇവിടെ നടുമുറ്റത്ത് ഇന്ന് ഫൈനൽ പ്ലേ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതാണ് പെട്ടെന്ന് വന്നത്. പക്ഷേ എക്സാം ആണോ? നീ മധുരം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ക്രേവിങ്സ് വരുമായിരുന്നു. തൃശ്ശൂർക്ക് മാറിയതാണ്. ഞാൻ ജോലി കിട്ടിയിട്ട് തൃശ്ശൂരായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ കോളേജിന്റെ മുന്നിൽ കൂടെ ആയിരിക്കും അങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ആഗ്രഹം കുറച്ച് ജോലിയൊക്കെ നിർത്താം, എന്നാൽ പിന്നെ പഠിക്കാൻ തന്നെ പോവാം. അങ്ങനെ വന്നിട്ടാണ് ഇവിടെയൊക്കെ പരിചയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ടാണ് എനിക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ നല്ലൊരു ഗ്യാങ് ഒക്കെ കിട്ടിയത്. ബിടെക്കിൽ കഴിഞ്ഞതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ശരിയായി. കളി ജയിക്കാറായി. നമ്മുടെ സീൻ ഓവർ 2 വിക്കറ്റ്. How many can you get in this game? Nice off first ball, Sky, really good catch. ഇന്നത്തെ നല്ല അടിപൊളി മാച്ച് ആയിരുന്നു. നമുക്ക് എക്സ്പെക്ടഡ് ആയിരുന്നു ഇന്ത്യ 5 വിക്കറ്റാണ് ബുംറ എടുത്തത്. കളി നാളെ ജോലിക്ക് പോകണമെന്നായിരിക്കും പിന്നെ വിഷമമുണ്ട്. ഒബ്വിയസ്ലി എനിക്ക് പോയൊന്ന് ഉറങ്ങണം. സീൻ കളി. ഞാൻ ഇതിനു വേണ്ടി അവിടെ നിന്ന് വന്നായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. സീൻ എൻ്റെ പിള്ളേരെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതൊക്കെ മിസ്സായിപ്പോയി. ഇന്നലെ ഇന്ത്യ ജയിച്ചു. അതേപോലെ ഇന്നലെ വുമൻസ് ഡേ ആയിരുന്നു. പക്ഷെ വുമൻസ് ഡേക്കാണ് ഇവിടെ ഓഫീസിൽ പരിപാടി നടത്തുന്നത്. ഇന്ത്യ ജയിച്ചതിന്റെ ഭാഗം ഓഫീസിൽ പരിപാടി ഒന്നുമില്ല. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് ഞങ്ങളുടെ ചെക്കന്മാര് വുമൻസിന്റെ ഇന്ത്യ ജയിച്ചു. ആഘോഷിക്കാം. ഫ്ലാഗ് എവിടെ വായോ? ഫ്ലാഗ് പിടിച്ചാൽ ഫസ്റ്റ് ആൾക്കാർ കൊടുക്കാല്ലേ? അവിടെ കൊടുത്താൽ കിട്ടൂല. ആദ്യം എനിക്കൊരു 4 എണ്ണം. 1 2 3 4 ക്യാമറ പിടിച്ച് പൊടി പിടിച്ചേ. ഇന്ത്യ ജയിച്ചു. ഇന്ത്യ എവിടെ ജയിച്ചു? ഇന്ത്യ എവിടെ ജയിച്ചു? ഇന്ത്യ എവിടെ ജയിച്ചു? ഇന്ത്യ എവിടെ ജയിച്ചത് കൂടി അറിയില്ലേ? അടങ്ങി കൊടുക്കേ. ഇന്ത്യ ജയിച്ചെന്റെയാണ്. ഇന്ത്യ ഇന്ത്യ അപ്പൊ ഇന്ത്യ പക്ഷെ എന്നാലും അറിയാതെ എന്നാലൊന്നും നോക്കൂറിയില്ല. 2 ക്ലാസ്സല്ലേ? നാളേക്ക് നോക്ക്. ഇന്ത്യ എവിടെ ജയിച്ചു അറിയോ? ഇന്ത്യ എവിടെ ജയിച്ചെന്നറിയോ? ഇത് കളിയില്ല. അല്ല, ഓളൊക്കെ 3 ഗോളിലല്ലേ ജയിച്ചത്.
വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. സഞ്ജു ജയിച്ചു. നമ്മുടെ സഞ്ജു ആണ് നമുക്ക് എത്ര റൺസ് അടിച്ചു? 97, 89. ഓ സെഞ്ചുറി അടിക്കുന്ന വിചാരിച്ചിരുന്നാലും കുഴപ്പമില്ല. മലയാളികളുടെ മനസ്സിൽ ഓർമ്മ സഞ്ജു. അതിന് സന്തോഷം തിരികെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട്. ഇന്ത്യ കപ്പടിക്കുകയും ചെയ്തു, ഇവിടെ വണ്ടി വാങ്ങിക്കുകയും ചെയ്തു അല്ലെ. ഇതെല്ലാം കൂടി സോറി, ഇവനെ ഞാൻ വ്ളോഗിൽ കാണിക്കാൻ പറ്റില്ല. ഇവന്റെ ശരിക്കുള്ള പേര് സൂര്യാണ്. ബട്ട് ഞങ്ങൾ ആരും അങ്ങനെ വിളിച്ച് ശീലിച്ചിട്ടില്ല. ഞങ്ങൾ പണ്ട് തൊട്ടേ പല്ലാന്ന് വിളിക്കാറ്. ഇനിയിപ്പോൾ ഞങ്ങൾ മാറ്റാനും പോകില്ല. സോ ദിസ് ഈസ് അവർ സൂര്യ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരേ ഓണ്ടർപ്രണർ ഉള്ളൂ, അത് ഇവനാണ്. പിന്നെ സ്വന്തമായിട്ട് ബിസിനസ് റൺ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവരും സ്റ്റാഫും ജോലിക്കാരാണ്. പ്രൗഡ് ഓഫ് യു മൈ ബോയ്. നമ്മുടെ കൂട്ടത്തിൽ പുതിയ വണ്ടി വന്നേലേ. ഓ ദീപോട്ട പുതിയ വണ്ടി വാങ്ങി എൻഡോർക്ക്. അങ്ങനെ ഞങ്ങൾക്ക് പുതിയൊരു വണ്ടിയും കൂടിയായി. ദീപോട്ട എന്താണ് വണ്ടി? എത്ര CC ആണ് പറയൂ? 125 CC. പക്ഷെ വണ്ടി തീക്കട്ടയാണ്. ഓ സീന് ചെലവാണ് വണ്ടി വാങ്ങിയതിന്റെ. യെസ്. അപ്പൊ കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പുതിയൊരു വണ്ടിയൊക്കെ വാങ്ങിക്കുന്നത്. എടുക്കുമ്പോൾ എല്ലാവരും സെക്കൻഡ് എടുത്ത് വർഷാപ്പിൽ ഇടുക പതിവ്. ഒരു വെറൈറ്റി പിടിച്ചപ്പോ ദീപോട്ടൻ. ബൈ ഗൈസ്, ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ദീപോട്ടൻ ഒരു വണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ദീപോട്ടനാണ് ഇവിടെ ഫസ്റ്റ് ടൈം ഫ്രഷ് വണ്ടി വാങ്ങിക്കണം. അപ്പൊ ഞാൻ 10ാം ക്ലാസ് പഠിക്കാൻ വരരുചിയിൽ ട്യൂഷൻ പഠിക്കാൻ. ഒരു ദിവസം ഞാൻ ട്യൂഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പടയെന്നൊരു സൗണ്ട് കൂനത്തിറത്തിയപ്പോ നോക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല. അപ്പൊ എന്റെ കൂടെയുള്ള കൂട്ടുകാരുടെ ഒരുത്തം പറഞ്ഞാടാ എന്റെ നാട്ടിലത്തെ 2 ഏട്ടന്മാരില്ല കിടക്കണം. നോക്കുമ്പോ അപ്പുസേട്ടനും ദീപോട്ടനും രണ്ടുപേരും സ്ലാബിൽ കിടക്കണം. എന്ന് നോക്കുമ്പോൾ ഒരു പശുവിനെ ഇടിച്ച് മറിച്ചിട്ടതാ. അപ്പൊ പശു സ്പോട്ട് ഡെഡ്. പിന്നെ അതിൽ ആ വണ്ടി ക്രഷായി പോയി. പിന്നെ അതിനുശേഷം ഞങ്ങൾ പിന്നെ ആ വണ്ടി നോക്കാൻ പോയില്ല. അതിനുശേഷം ദീപോട്ടം വാങ്ങിയ അടുത്ത 2ാമത്തെ പടക്കുതിരയാണ്. ഇതിനെ ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഇവിടെ ബസ്സില്ല. അതാണ് കുതിരയാണത്. അയ്യോ ഭയങ്കര ഇഷ്യൂസ്. ദീപോട്ടിന്റെ പുതിയ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വന്നിരിക്കുകയാണ്. വണ്ടി QC പാസ്ഡ്. ഓക്കെ, ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല വണ്ടിയാണ്. ഇതാണ് ഞങ്ങള് ഈവനിങ് സ്പോട്ട്. ഞങ്ങള് പണ്ടൊക്കെ കുറേ പേരുണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഇങ്ങനെ ചില അസുലഭ നിമിഷങ്ങളിൽ ആഷിക്കിനെ പോലെ ചില ആൾക്കാർ വരും. ദീപോട്ടൻ വണ്ടി ചളിയായി പറയുന്നത്. ദീപോട്ടൻ തുടക്കറ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾ എൻഡ് ചെയ്യാൻ പോവാണ്. 2 നല്ല കാര്യങ്ങളാണ് സംഭവിച്ചത്. ദീപോട്ടൻ വണ്ടി എടുത്തു, സഞ്ജു കപ്പടിച്ചു അല്ലേ. ആഷിക്കെ കളി കണ്ടില്ലല്ലോ നീ ഇന്നലെ? ഞാൻ ഓഫീസിൽ മിഠായിയൊക്കെ വിതരണം ചെയ്തു. ബൈ. അങ്ങനെ ഈ വ്ളോഗ് നമ്മളങ്ങനെ കണ്ടിരുന്ന എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെ ബൈ.